ഉത്തര കന്നഡയിലുള്ള ആഫ്രിക്കൻ വംശജരായ സിദ്ധി സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് റിഥം ഓഫ് ദമാം സിനിമ പുറത്തിറക്കിയതെന്ന് സംവിധായകൻ ജയൻ ചെറിയൻ. ലിപിയില്ലാത്ത സിദ്ധി ഭാഷയിലെ ആദ്യ ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇന്ന് രാവിലെ ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. കർണാടകയിലെ സിദ്ധി സമൂഹത്തിന്റെ കഥ പറയുന്ന റിഥം ഓഫ് ദമാമിന്റെ സംവിധായകനായ ജയൻ ചെറിയൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ സിനിമ ഉത്തര കർണാടക ഡിസ്ട്രിക്റ്റിലെ ആഫ്രിക്കൻ ഡയസ്പോറ സമൂഹമായ സിദ്ധി കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. സംബന്ധിച്ചിടത്തോളം ഈ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റിയെ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ആ തരത്തിൽ ഈ സിനിമ IFFKയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു, ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റാണ്. വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ഹിയർ ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു IFFK ടു ബി ഹിയർ. മോഹൻ സിദ്ധി എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. വേണ്ട വിധത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതൊക്കെ ഈ സിനിമയുടെ രൂപീകരണവുമായി വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെ ട്രഡീഷണലായി തന്നെ ഈ സിനിമ എഴുതപ്പെടുകയും പിന്നീട് മോഹൻ ആണ് ഇത് കൊങ്കണി സിദ്ധി ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കന്നഡ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട്. കന്നഡയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ വളരെ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഫലമാണ് കഴിഞ്ഞ ആക്റ്റീവായ ഒരു 5-8 വർഷങ്ങളുടെ